Hi Carrots Jay, welcome back to my channel. Carrots 2026 Navy SSR-MR ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2026 ഈ ഒരു മാർച്ച് മന്തിലാണ് ഈ തവണ ഇന്ത്യൻ നേവി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്ത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തന്നെ എക്സാമിന്റെ ടൈമാണ്. മിക്ക കുട്ടികളും എക്സാമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി കുട്ടികൾക്കും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മാർച്ച് മാസങ്ങളിൽ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 2026 നേവി SSR-MR നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏതൊക്കെ കുട്ടികൾക്കാണ് ആ ഓരോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. കാരണം ഇവിടെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, 10ാം ക്ലാസ് പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, +2 പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. 2026 നേവി SSR-MR മെഡിക്കൽ അസിസ്റ്റന്റ് ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തിരക്കണമെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് 2026 നേവി SSR-MRലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, വേക്കൻസി എന്നീ കാര്യങ്ങൾ. ഇതെല്ലാം ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ്, നേവി SSR-MRന്റെ എത്ര ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരൊറ്റ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് 2 തവണ സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 01/2027, 02/2027 ഒരൊറ്റ എക്സാം മാത്രമാണ്. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എക്സാം 3 ഇൻടേക്ക് ആയിരുന്നു. ഈ തവണ ഒരു ഇൻടേക്ക് അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിൽ ചിലപ്പോൾ ഒരൊറ്റ ഇൻടേക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. ഒരൊറ്റ തവണ എക്സാം നിങ്ങൾ പാസ്സായാൽ 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻടേക്കിൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റില്ല എങ്കിലും ഈ ഒരു ഇൻടേക്കിനകത്ത് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കാണോ കാണിച്ചത് അത് കവർ ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഇൻടേക്കിലേക്ക് നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, ആരും മിസ് ചെയ്യരുത്. നെക്സ്റ്റ് ആണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കൂ കുട്ടികളെ. അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി SSR-MR ട്രേഡിലേക്ക്. നെക്സ്റ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 December 2004 31 October 2009 ഇടയിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേവി SSR-MRലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് 1 ഇയർ ഏജ് റിലാക്സേഷൻ കൂടി ലഭിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇത് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു ചാൻസ് നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് നേവി SSR എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ പാസ്സായിരിക്കണം. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ മാത്സ് പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. MR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓവറോൾ 50% ആണ്. അതേപോലെ SSR-ലും ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. കേട്ടോ കുട്ടികളെ, ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ സബ്ജക്റ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. എല്ലാ മാർക്കും കൂടി കൂട്ടുമ്പോൾ അതിൽ 50% മാർക്ക് ഉണ്ടായാലും മതി. ക്ലിയർ? ഇത് SSR-ൽ PCM പഠിച്ച കേഡറ്റ് ആയിരിക്കണം. MR-ലാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാർച്ച് 14 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6 ഏപ്രിലാണ്. 2026 മാർച്ച് എൻഡ് ആകുമ്പോഴാണ് മിക്ക കുട്ടികളുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഫോം ഫില്ലിംഗ് ചെയ്യാൻ ടൈം ലഭിക്കും. പക്ഷേ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, നേരത്തെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, ലാസ്റ്റ് ഡേറ്റ് 6 ഏപ്രിലാണ്. ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഏതൊക്കെ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോക്കൂ, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ 10ാം ക്ലാസ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലെങ്കിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓൺലി MR-ലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? നിങ്ങൾ +2 ആർട്സ് അതേപോലെ തന്നെ കൊമേഴ്സ് പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലി MR മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. SSR പറ്റത്തില്ല. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് MR-ഉം SSR-ഉം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതോടൊപ്പം കുട്ടികളെ നേവി SSR-MR-നോടൊപ്പം തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. അതായത് കുട്ടികളെ +2 നിങ്ങളുടെ കയ്യിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടി ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ അഡീഷണൽ മാത്സ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MR-ന് അപ്ലൈ ചെയ്യാം, SSR-ന് അപ്ലൈ ചെയ്യാം, അതേപോലെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 നിങ്ങളുടെ കയ്യിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതോടൊപ്പം തന്നെ അഡീഷണൽ ബയോളജി നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MR-ലേക്കും SSR-ലേക്കും അതേപോലെ തന്നെ MA-ലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഈ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 എണ്ണത്തിനകത്ത് MA കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. MA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡ്. കേട്ടോ, +2 പാസ്, അതോടൊപ്പം തന്നെ PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അഡീഷണൽ മാത്സ് ഉണ്ടെങ്കിൽ MR-ലും SSR-ലും MA-ലും അപ്ലൈ ചെയ്യാൻ പറ്റും.
പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും പ്ലസ് അഡീഷണൽ ബയോളജി ഉണ്ടെങ്കിലും MR SSR ആൻഡ് MAയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഇവിടെ ചെറിയതായിട്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ബാക്കി എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ SSRൻ്റെ ടോട്ടൽ ഫീസ് 4000, MR 2500, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം കുട്ടികൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. 30 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നേവി SSR ആൻഡ് MRൻ്റെ. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. 2025 അപ്ഡേറ്റ് അടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വീഡിയോസ് കണ്ടാലും അതിനകത്ത് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫൈനലി കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ഡിഫൻസ് ജോബിൻ്റെ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കൂടി ലഭിക്കുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുക. നിങ്ങൾക്ക് നേരിട്ട് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജും ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.